Right click in the material video like Swagam. In the video, we will unbox Orient water heater, Orient Electric 5 liter instant water geyser. Caldas in the model another. We want the Flipkart in the mobile than your Rubicana. If product in the purchase link in the description code under Talpin to Wanga box and portrait features of this model power usage in 3000 watts. High grade stainless steel tank. Hyper heating, heating indication LED indicator. 5 level safety shield and mention the tank capacity 5 liters. The model number model name mentioned in the box. This product is 1 week. 1 week usage in review on the instant water heater. And the pattern unbox. അത്യാവശ്യം നല്ല പാക്കേജിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. തെർമോക്കോളിലുള്ള കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഒപ്പം സ്റ്റെൻസിൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെൻസിൽ വെച്ച് നമുക്ക് ഇതിൻ്റെ ചുമലിൽ ഡ്രിൽ ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുള്ളൊരു മാർക്കിംഗ് വരെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലോറൽ പാറ്റേണും വൈറ്റ് കളറാണ് അതിൻ്റെ കളർ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് LED ഇൻഡിക്കേറ്ററും താഴെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കത് തുറന്നെടുത്ത് നോക്കാം. ഈ പ്രൊഡക്റ്റിന് വരുന്നത് യൂസർ മാനുവൽ മാത്രമാണ്. യൂസർ മാനുവൽ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, അതുപോലെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് ഒന്ന് കറക്റ്റ് വായിച്ച് നോക്കണം. ഞാൻ ഈ വീഡിയോയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെ കാണിച്ചു തരാം. ഈ ഗേസിൻ്റെ താഴെ നമുക്ക് 2 പൈപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ബ്ലൂ കളറിലും ഒന്ന് റെഡ് കളറിലും. ബ്ലൂ കളർ ഇൻലെറ്റ് ആണ്, അതിൽ വെള്ളം നമുക്ക് അങ്ങോട്ട് കടത്തി വിടുന്നതാണ്. അതുപോലെ റെഡ് കളർ വാട്ടർ ഔട്ട്ലെറ്റ് ആണ്, ചൂടായ വെള്ളം പുറത്ത് വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്ലഗ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്ലഗ്ഗാണ്. നോർമലി ഇതുപോലത്തെ പ്രൈസിന് നമ്മൾ വാങ്ങുമ്പോൾ പ്ലഗ് കിട്ടാറുണ്ട്, പ്ലഗ് സെപ്പറേറ്റ് വാങ്ങാം. പക്ഷേ ഈ ഒരു മോഡലിൽ പ്ലഗ് വരെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വലിയ കാര്യമാണ്. ഈ ഗേസർ വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയിലാണ്. തീരെ വെയിറ്റ് ഇല്ല പ്രൊഡക്റ്റ്, വെയിറ്റ് വളരെ കമ്മിയാണ്. നമ്മൾ വെള്ളം ഉള്ളിലേക്ക് പോകുമ്പോൾ 5 ലിറ്റേഴ്സിന് വെയിറ്റ് എക്സ്ട്രാ വരുന്നതുള്ളൂ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ നമുക്ക് ചുമരിൽ ഫിക്സ് ചെയ്യാനുള്ളത് ഹോൾസ് കാണാൻ പറ്റും. അതുപോലെ ഒരു മെറ്റലിൻ്റെ ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് തന്നെ 2 പാർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ മോഡലിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ താഴെയായിട്ട് 2 LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് റെഡ് കളറും ഒന്ന് ഗ്രീൻ കളറുമാണ്. നമുക്ക് ഫംഗ്ഷനാലിറ്റി എങ്ങനെയാണ് ഓൺ ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോലും ഓണാക്കി നോക്കരുത്. അതായത് നിങ്ങൾ പ്രോപ്പറായിട്ട് വെള്ളം എല്ലാം കണക്ട് ചെയ്ത് വെള്ളം ഇൻലെറ്റ് ഔട്ട്ലെറ്റിനെല്ലാം ഫ്ലോ കഴിഞ്ഞ് മാത്രമേ ഈ പ്രൊഡക്റ്റ് ഓണാക്കാൻ പാടുള്ളൂ. ഞാൻ ഈ വീഡിയോ ഫുള്ളായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഇതിൻ്റെ ഇപ്പം നമുക്ക് വേറെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പൈപ്പ് കിട്ടാത്തതുകൊണ്ട് ഞാൻ പുറത്ത് ഷോപ്പിൽ പോയിട്ട് ഇൻലെറ്റും ഔട്ട്ലെറ്റും പൈപ്പ് വാങ്ങിയിട്ടുണ്ട്. വാട്ടർ ടെക് എന്ന കമ്പനിയുടെ ഒരു 2 പൈപ്പാണ് വാങ്ങിക്കുന്നത്. ഏകദേശം 110 രൂപയാണ് അതിൻ്റെ വില വന്നത്. 70 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് സ്റ്റാൻഡ് ചെയ്യുന്നൊരു പൈപ്പാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് ഞാൻ വാങ്ങിയത്. അതുപോലെ തന്നെ വേറെ നൈലോൺ ടൈപ്പ് അതുപോലെ സ്റ്റീൽ ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഞാൻ ഈ ഒരു ടൈപ്പാണ് വാങ്ങിയത്. അതേപോലെ ഇത് ഫിക്സ് ചെയ്യാൻ ആവശ്യമുള്ള 2 സ്ക്രൂ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാത്റൂമിലാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഇവിടെ അവൻ പൈപ്പ് കൊടുത്തു വെച്ചിട്ടുണ്ട്. വീട് പണിയുമ്പോൾ തന്നെ ആ ഒരു ഓപ്ഷൻ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി പ്രൊസീജിയർ എങ്ങനെ നോക്കാം, എങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കാം വീഡിയോയിൽ. അപ്പോൾ ഫിക്സ് ചെയ്യാൻ ഞാൻ തന്നെയാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഡ്രില്ലും മെഷീൻസ് എല്ലാം ഉള്ള കാരണം ഞാൻ തന്നെ ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചതാണ്. നമുക്ക് വേണ്ട 8 mm ഒരു സ്ക്രൂ ഇതാണ് വേണ്ടത്, ഡ്രിൽ വിറ്റാണ് വേണ്ടത്. അതുപോലെ തന്നെ ഒരു ഹാമറും ആണ്. പിന്നെ ഡ്രില്ലിങ് മെഷീനും ലെവൽ നോക്കുന്ന ഐറ്റമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് സ്റ്റെൻസിലാണ്. സ്റ്റെൻസിൽ കാണിച്ചത് അതേപോലെ കറക്റ്റ് ആ സ്പോട്ടിൽ ഡ്രിൽ ചെയ്യുന്നില്ല. കറക്റ്റ് സ്പോട്ടിൽ അത് വാട്ടർ ഹീറ്റ് ഇരിക്കുന്നതാണ്. നിങ്ങൾ കറക്റ്റ് ലെവലിൽ അതിൽ ഡ്രിൽ ചെയ്യണം. ഞാൻ വീട് വെച്ചതിന് ശേഷം ഇതിൽ ഈ പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പൈപ്പിൽ വെള്ളം വരുന്നുണ്ട് അറിയാൻ വേണ്ടി ഞാൻ ഈ പൈപ്പ് 2 കണക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതായത് ഇൻലെറ്റ് ഔട്ട്ലെറ്റിലേക്ക് പൈപ്പ് കണക്ട് ചെയ്തിട്ട് നമ്മളിവിടെ വെള്ളം വരുന്നുണ്ട് നോക്കണം. അപ്പോൾ വെള്ളം വരുന്നുണ്ട് ഇവിടെ കറക്റ്റായിട്ട്.
അതൊന്ന് ചെക്ക് ചെയ്യണം. വാട്ടറിൽ സ്റ്റക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കണം, അത് മറക്കരുത്. ജസ്റ്റ് നമ്മളൊരു പൈപ്പ് വാങ്ങിയത് ഈ ഇൻലെറ്റിന് ഔട്ട്ലെറ്റിൽ കൊടുത്തിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. വെള്ളം ഇവിടെ പൈപ്പിൽ വരുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, തടസ്സമൊന്നുമില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ സ്റ്റെൻസിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു പൊസിഷൻ നോക്കുന്നുണ്ട്. കറക്റ്റ് നമ്മൾ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ഹോൾട്ടുണ്ട്. പിന്നെ നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഇത് ബീമിൻ്റെ അവിടെ ഡ്രില്ലിങ് വന്നത്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് കുറച്ച് ബുദ്ധിമുട്ടി ഡ്രില്ല് ചെയ്യാൻ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ബീമുണ്ട്, അതുപോലെ തന്നെ വേറെ പ്ലഗ് പോയിൻറ്റ്സ്, അല്ലെങ്കിൽ കറണ്ടിൻ്റെയോ വെള്ളത്തിൻ്റെയോ പൈപ്പ് പോകുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് പ്രശ്നമാകും. ഇപ്പോൾ അത് നോക്കി ഞങ്ങൾ ബാക്കിയെല്ലാം നോക്കി, പക്ഷേ ബീമിനെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അത് ബീമിൻ്റെ അവിടെ ഞങ്ങൾ ഡ്രില്ല് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് സിമെൻറ്റ് ഇട്ടത് ഒന്ന് ഉറപ്പിക്കുകയാണ് ചെയ്തത്. ഈ ഒരു വാട്ടർ ഹീറ്റ് ഇരിക്കുന്ന കറക്റ്റ് സ്പേസ് നോക്കിയിട്ടാണ് ഡ്രില്ല് ചെയ്യാൻ. സൈഡിലും കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം, മുകളിലും താഴെ ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഡ്രില്ല് ചെയ്യാൻ. അതുപോലെ പൈപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം. നമ്മൾ ഈ ഇൻലെറ്റ് പൈപ്പ് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇൻലെറ്റ് പൈപ്പ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഓഫ് ആക്കിയിട്ട് ഈ ഒരു ബ്ലൂ കളറിലേക്ക് ഇൻലെറ്റ് പൈപ്പ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഔട്ട്ലെറ്റ് പൈപ്പ് എടുത്തിട്ട് നമ്മൾ റെഡ് കളറിലേക്ക് കണക്ട് ചെയ്യണം. അത് നിങ്ങൾ മാറുപോരുത്. ഇൻലെറ്റ് പൈപ്പിൽ വരുന്നത് വെള്ളം വരുന്നതാണ് ഇൻലെറ്റ് പൈപ്പ്, പച്ചവെള്ളം വരുന്നത്. അത് നിങ്ങൾ കറക്റ്റ് ബ്ലൂവിലേക്ക് കൊടുക്കണം. അതുപോലെ തന്നെ വെള്ളം പുറത്തോട്ട് വരുന്ന റെഡ് കളറിലുള്ളത് ഔട്ട്ലെറ്റിലേക്ക് കൊടുക്കണം. രണ്ടും അങ്ങോട്ട് മാറിപ്പോയത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ഈ വെള്ളം തുറന്ന് വിടണം. ഇൻലെറ്റ് എന്ന് പറഞ്ഞ വെള്ളം ഔട്ട്ലെറ്റിലെ പൈപ്പും ഓപ്പണാക്കി വിടണം. വെള്ളം നമുക്ക് ഇതുപോലെ താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കണം. നിങ്ങൾ ഫുള്ള് ഫ്ലോ ഒരു മിനിറ്റ് നേരത്തെ ഫുള്ള് ഫ്ലോ ആവട്ടെ. അതിനുശേഷം മാത്രം നമ്മൾ ഈ പവർ പ്ലഗ് ഓണാക്കാൻ പാടുള്ളൂ. ഒരിക്കലും വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോലും ഈ സാധനം ഓണാക്കരുത്. ഹീറ്റർ ഓണായി കഴിഞ്ഞാൽ ഇത് കട്ട് ഓഫ് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ കമ്പനി സർവീസ് സെൻറ്ററിൽ നിന്ന് ആളെ വരേണ്ടി വരും. അപ്പോൾ ഒരിക്കലും ഇത് വെള്ളം ഫുള്ള് ഫ്ലോ ആവാണ്ട് ഓണാക്കാൻ പാടില്ല. വെള്ളം തുറന്നു വിട്ട് കറക്റ്റ് വെള്ളം ഫ്ലോ ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പ്ലഗ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓണാക്കാൻ പോവുകയാണ്. കുറച്ച് ഇച്ചിരി പവർ പ്ലഗ് വേണം. പവർ പ്ലഗിൽ നമ്മൾ ഓണായി കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് കാണുന്നതാണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ബ്ലിങ്ക് ആവുന്നുണ്ട്, പക്ഷെ അത് ആക്ച്വലി ബ്ലിങ്ക് ആവുന്നില്ല. ആ ഗ്രീൻ കളർ ലൈറ്റ് ഓണായി കിടക്കും. അതുപോലെ തന്നെ വെള്ളം ചൂടായി കഴിഞ്ഞാൽ ഈ ഗ്രീൻ കളർ ലൈറ്റ് ഓഫ് ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിപ്പോഴും ഇത് ഒരു 5 മിനിറ്റ് കുളിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഓണാക്കിയിട്ടിട്ട് കറക്റ്റ് ചൂടുവെള്ളം വന്ന് ആ ലൈറ്റ് ഓഫായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരാൾക്ക് 2 ആൾ കുളിക്കാനുള്ള ഇന്ന് കിട്ടും. 5 ലിറ്റേഴ്സ് വെള്ളം കിട്ടുന്നതാണ്. അത്യാവശ്യം നല്ല ചൂട് ഞാൻ നോക്കി, നല്ല ചൂട് കിട്ടുന്നുണ്ട് വെള്ളം. അതേപോലെ വാട്ടർ ഫ്ലോ അത്യാവശ്യം നല്ല സ്പീഡിൽ വെള്ളം വരുന്നുണ്ട് ചൂടായ ശേഷം. നമുക്ക് ചൂട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് വേണ്ടി ഏകദേശം 1 വീക്ക് ഉപയോഗിച്ചു. അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉള്ള ചൂടായി കിട്ടുന്നതാണ്. വളരെ നല്ല പ്രൊഡക്റ്റാണ്. ഈ പ്രൈസിന് നല്ലൊരു പ്രൊഡക്റ്റാണ്. നല്ല ഡിസ്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം 3000 രൂപ പ്രൊഡക്റ്റ് കിട്ടുന്നതാണ്. നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. താഴെയുള്ള പർച്ചേസ് ലിങ്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. 1 ഇയർ വാറണ്ടി പ്രൊഡക്റ്റിന് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.